ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുതിയ DGPയെ സർക്കാർ തീരുമാനിച്ച ഒരു വാർത്താ പകലാണിത്. അതിന്മേലുള്ള ചർച്ചകളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇതാ ഈ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം കടക്കുന്നത്. റവാദ എ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകും. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പ്രധാന തീരുമാനമെടുക്കുന്നത്. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലെ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് നിയമനം. നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറായ റവാദ എ ചന്ദ്രശേഖർ ചുമതലയേൽക്കും വരെ ADGP H വെങ്കടേഷിനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്രത്തിൽ നിന്നെത്തി ഒരാൾ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരുള്ള താൽപര്യക്കുറവ് റവാഡ ചന്ദ്രശേഖറിന് അനുകൂലമായി. പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിന്തുണയും തുണച്ചു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. തലശ്ശേരി ASP ആയിട്ടാണ് തുടക്കം. പക്ഷേ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും കണിശതയും കൈവിട്ടില്ല. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SCRBയിൽ IG ആയി. ഏറെ വൈകാതെ IBയിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിൽ പോയി. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. Very happy. I am thankful to the government. That's a great opportunity government has given it. Let us see and try how best we can do the service to the public there. അതിനിടെ ഇന്ന് വിരമിക്കുന്ന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പോലീസ് വിടവാങ്ങൽ പരേഡ് നൽകി. നിങ്ങളെല്ലാവരുടെ പ്രൊഫഷണലിസം, അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ഡ്യൂട്ടി, സാക്രിഫൈസസ് ഇതല്ലാത്തുകൊണ്ട് കേരള പോലീസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ്. തുടർച്ചയായിട്ട് കേരള പോലീസിനെ ലോ ആൻഡ് ഓർഡർ ആയാലും കുറ്റാന്വേഷണത്തിലായാലും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. റവാഡ കേരളത്തിലേക്ക് എത്താൻ വൈകുമെന്നുള്ളതിനാലാണ് താൽക്കാലിക ചുമതല H വെങ്കടേഷിന് നൽകിയത്. 24 തിരുവനന്തപുരം. അതേസമയം റവാദ എ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി നിയമിച്ചതിന് പിന്നാലെ CPMലെ ഭിന്നതയും പുറത്തു വരികയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാദ ചന്ദ്രശേഖറിന്റെ പങ്ക് ഓർമ്മിപ്പിക്കുകയാണ് P ജയരാജൻ. നിയമനം ന്യായീകരിക്കാൻ CPMന് വിയർപ്പൊഴുക്കേണ്ടി വരും. 1994 നവംബർ 25 CPIMന് മറക്കാനാകില്ല. കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 പേർ മരിച്ചതും അന്നാണ്. പുഷ്പനെ പോലെ നിരവധി പേർക്ക് പരിക്കുമേറ്റു. അന്ന് വെടിവെപ്പിന് നേതൃത്വം നൽകിയ തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖർ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി. റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയതും 2012 ഹൈക്കോടതി റദ്ദാക്കിയതും പഴങ്കഥ. പക്ഷേ ചിലരെങ്കിലും അക്കാലം മറക്കില്ല. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ നിയമനത്തിലെ അതൃപ്തി പരസ്യമാക്കി. അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSPയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത്. ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം, അതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. വെടിവെപ്പിന് 2 ദിവസം മുൻപ് മാത്രം ASPയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖറിനെ വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ ആരോപണമുക്തനാക്കിയിരുന്നു. പ്രതിപട്ടികയിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കിയത് 2012-ലും. CPIM മനമാറ്റം നേരത്തെ തുടങ്ങിയിരുന്നു. DYFA പ്രവർത്തകർ അന്ന് തടഞ്ഞ MV രാഘവൻ ജീവിതാന്ത്യത്തിൽ CPIMന് പ്രിയങ്കരനായി. മകൻ MV നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുമായി. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയും. ന്യൂസ് ഡെസ്ക് 24. എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗം റവാദ ചന്ദ്രശേഖറിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. UPSC ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന 3 പേരുടെയും സർവീസ് ചരിത്രം മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് വിശദീകരിച്ചത്. 3 പേരിൽ ഭേദം റവാദ ചന്ദ്രശേഖർ ആണെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് പറയുകയും ചെയ്തു. തീരുമാനത്തെ CPM ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ കൂത്തുപറമ്പ് ഓർമ്മിപ്പിച്ച് P ജയരാജന്റെ പ്രതികരണത്തിൽ കേസിൽ കോടതി തന്നെ റവാദയെ കുറ്റവിമുക്തനാക്കിയതാണല്ലോ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ആ പ്രതികരണം നമുക്ക് കാണാം. അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSPയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള
സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായിരുന്നു. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സംഘർഷമുണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിട്ടു. അതാണ് നയപരമായ തീരുമാനം. മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ CPIM ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതി. ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നടത്തുന്ന നേതൃത്വം കൊടുത്തതെന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിന്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിന്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രവാദ ചന്ദ്രശേഖരന്റെ പേര് കൂത്തുപറമ്പുമായി ചേർത്ത് വെച്ച് ചർച്ചകൾ നടക്കുമെന്ന് CPM-ന് അറിയാം. അപ്പോൾ തമ്മിൽ ഭേദം രവാദയാണ് എന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ P. ജയരാജനെ പോലൊരു മുതിർന്ന നേതാവ് ഈ വിഷയം ഉയർത്തി പരസ്യമായി പ്രതികരിച്ചു, അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായി എന്നത് മറ്റൊരു സാഹചര്യമാണല്ലോ. എങ്ങനെ ഈ വിഷയത്തിൽ പാർട്ടി ന്യായീകരണം നടത്തും? അണികളോട് എങ്ങനെ ഈ രവാദയുടെ നിയമനം സംബന്ധിച്ച് പാർട്ടി വിശദീകരിക്കും? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയിൽ ഒതുങ്ങുമോ അത്? വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയിൽ ഒതുങ്ങും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മാത്രവുമല്ല, ഇക്കാര്യം ഈ വിവാദം CPIM പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ, ഒന്നാമത്തേത് അതിൽ P. ജയരാജന്റെ പരസ്യ പ്രതികരണം ആ വിധത്തിൽ വരുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇനി ഇത് എങ്ങനെ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതും വലിയ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം 2012 ഈ പ്രതികളെ കുത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. മാത്രവുമല്ല, അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ അത് CPM ഒരുപക്ഷെ ന്യായീകരണമായി ഇപ്പോഴും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് ഹൈക്കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്നാമത്തേത്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുണ്ടായ സംഭവത്തിൽ ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ ആളുകളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തേതാകട്ടെ, വെടിവെപ്പിന് നിർദ്ദേശം നൽകി എന്നുള്ളതിന് തെളിവില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ MV ഗോവിന്ദന്റെ വാക്കുകളിലും ഉയർന്നത്. അതേ ധ്വനി തന്നെയാണ്. അവരെ കുറ്റവിമുക്തരാക്കി കോടതി. മാത്രവുമല്ല, ഈ ചുരുക്ക പട്ടികയിലുള്ള മറ്റു രണ്ട് പേരുകാർ, അവരോട് സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ നിതിൻ അഗർവാൾ ആയിരുന്നു, റോഡ് സേഫ്റ്റി കമ്മീഷണറായത്. അതേപോലെ തന്നെ ആ ചുരുക്കപ്പട്ടികയിൽ പേരുണ്ടായിരുന്ന മൂന്നാമനത് യോഗേഷ് ഗുപ്തയായിരുന്നു. നിലവിൽ ഇപ്പോൾ PP ദിവ്യ അടക്കമുള്ള വിഷയം, ഈ വിജിലൻസ് റിപ്പോർട്ട് വിവാദം, അതടക്കമുള്ള കാര്യങ്ങളിൽ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാരിനോ CPM-നോ താല്പര്യമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നിതിൻ അഗർവാളിനോട് മുൻപുണ്ടായിരുന്ന ഡെപ്യൂട്ടേഷൻ സംബന്ധിച്ച് അദ്ദേഹം തിരികെ വന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പോൾ ആ രണ്ട് ഉദ്യോഗസ്ഥരെയും, താല്പര്യമില്ലാത്ത രണ്ട് ഉദ്യോഗസ്ഥരെയും തഴയുന്നു. പകരം റവാഡ ചന്ദ്രശേഖരൻ എന്നുള്ളതിന് ന്യായീകരണമായ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ UPSC ചുരുക്കപ്പട്ടികയിലുള്ള 3 ഉദ്യോഗസ്ഥരുടെയും സർവീസ് ഹിസ്റ്ററി മുഖ്യമന്ത്രി വിശദീകരിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം പട്ടികയിൽ തമ്മിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ എന്നുള്ളതാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്ത സംസ്ഥാന സർക്കാർ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുന്നു. താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതൊരു വികാരമായി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, അതായത് ഈ പാർട്ടി അണികളുടെ വികാരം ഇളക്കിവിടുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ആ ഘട്ടത്തിൽ കൂടിയാണ് വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ CPM കൂടിയാലോചന നടത്തി ഇതെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. വിജയകുമാർ. റവാദയെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുള്ളതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ആ ഒരു വിശദീകരണം കൊണ്ട് മാത്രം ഈ നിയമനം ന്യായീകരിക്കപ്പെടുമോ അണികൾക്കിടയിൽ എന്ന ചോദ്യം പാർട്ടിക്കകത്ത് ചർച്ചയാകുന്നുണ്ട്. P. ജയരാജന്റെ പ്രതികരണം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അതേസമയം നിയമനത്തെ ന്യായീകരിക്കുകയാണ് മന്ത്രി VN വാസവൻ. സർവീസ് റെക്കോർഡ് പരിശോധിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും കുറ്റാന്വേഷണ മേഖലയിലും മികവ് പുലർത്തിയാലാണ് രവാദ ചന്ദ്രശേഖർ എന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഒന്ന്, ലോ ആൻഡ് ഓർഡർ മാനേജ് ചെയ്ത അനുഭവ സമ്പത്ത്. 2, പ്രധാനമായും കുറ്റാന്വേഷണ രംഗത്തെ മികവ്. 3, അഡ്മിനിസ്ട്രേഷൻ. ഈ 3 കാര്യങ്ങളാണ് പോലീസ് ഓഫീസറെ കുറിച്ച് പൊതുവിൽ പരിഗണിക്കുക. അപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ പൊതുവിൽ അത് പരിഗണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസ് റെക്കോർഡോടുകൂടി വിവിധ ജില്ലകളിൽ സേവനമനുഷ്ഠിച്ച് പ്രവർത്തിച്ച് കുറ്റാന്വേഷണ രംഗത്തും ലോ ആൻഡ് ഓർഡർ രംഗത്തും മികവ് പ്രകടിപ്പിച്ച ഈ 3 പേരിൽ ഒരാൾ രവാദ ചന്ദ്രശേഖരനാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ DGP-ആയി ഐകകണ്ഠേന ക്യാബിനറ്റ് തീരുമാനിച്ചു.
ഇനി മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം തുടങ്ങി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമിക തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വിശദീകരിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ TK, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതിയസ് തുടങ്ങിയവരാണ് വിദഗ്ധ സമിതിയിൽ. ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് സമിതി വിശദമായി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആശുപത്രി വികസന സമിതി മുഖേന ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുണ്ടായ ഇടപെടലും അന്വേഷണ വിധേയമാക്കും. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും ഒരു അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടറിന്റെ തുറന്നു പറച്ചിലിൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി എഴുതി വാങ്ങണമെന്ന K മുരളീധരൻ. മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. വിവാദങ്ങൾക്കിടെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായും DMEയുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 24 തിരുവനന്തപുരം. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചില പരാതികൾ കൂടി വരുന്നുണ്ട്. അത്തരമൊരു പരാതിയിലേക്കാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കൊല്ലത്ത് കാലൊടിഞ്ഞ 85 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെലവായത് 85,000 രൂപ. അതാണ് ഒടുവിൽ വരുന്ന വിവരം. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മരുന്നുൾപ്പെടെ സകല സാധനങ്ങളും വാങ്ങി നൽകി എന്നാണ് ആ കുടുംബം പറയുന്നത്. എന്നിട്ടും 10 ദിവസത്തിന് ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത്. കൊല്ലം ആയൂർ അഗമൺ സ്വദേശി ചെല്ലമ്മയ്ക്കാണ് ഈ ദുരവസ്ഥ ഈ ആശുപത്രിയിൽ നേരിടേണ്ടി വന്നത്. ഇവിടെ അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടും. അത് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത്. നമുക്ക് കിട്ടിയത് അത് തന്നെ. എൻ്റെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ എല്ലാം കൂടെ ഒരു 85 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവുണ്ട്. ഇവിടുന്ന് ഞാൻ പോയ കൂട്ടി മെഡിക്കൽ കടം മേടിച്ചതാണ്. എല്ലാം കടം മേടിച്ചത്. അവർ ഇപ്പോഴും താണ്ട് ഒരാളെ ഞാൻ പൈസ മേടിച്ച് വെച്ചേക്കോ. നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇവിടെ ചെക്കപ്പിന് ആൾ വരും. എല്ലാം കടം മേടിച്ചതാണ്. എൻ്റെ കയ്യിൽ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു. എന്നെപ്പോലുള്ള രോഗികൾ അത്രയും അവിടെ അനുഭവിക്കുന്നുണ്ട്. പണം വാങ്ങി നമ്മൾ തന്നെ സാധനം മേടിച്ചു കൊടുത്താൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എന്ത് പറയുന്നത്. ഇന്ന് 24 പുറത്തുവിട്ട മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് വലിയ ദുരിതമാണ്. ലിഫ്റ്റ് തകരാറിനെ തുടർന്ന് ഡയാലിസിസ് രോഗികളെ 5ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത് കസേരയിലൊക്കെ എടുത്തുകൊണ്ടാണ്. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ വളരെ വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ലിഫ്റ്റ് പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ 6 വർഷമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇടുക്കിയിലെ ഈ ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്തെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലെത്തുന്ന ഡയാലിസിസ് രോഗികളെ ചികിത്സയ്ക്കായി 5ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത് കൂട്ടിരിപ്പുകാർ ചേർന്നാണ്. ആകെയുള്ള ഒരേയൊരു ലിഫ്റ്റ് പ്രവർത്തനം നിർത്തിയതാണ് ഇതിന് കാരണം. 1ാം നിലയിൽ നിന്ന് വന്ന് പഞ്ച് ചെയ്ത ശേഷം കസേരയിലിരുത്തി 5ാം നില വരെ ചുമന്നുകൊണ്ടുപോകണം. മിക്ക ദിവസം കേടാ വെച്ചാൽ അത് പിന്നെ എന്ത് പാടോട്ട് ചിലർ പയ്യപ്പയെ പിടിച്ച് കയറും മുകളിലോട്ടെ. 4ാം നിലയുടെ പൊക്കത്തിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് 1ാം നില തുടങ്ങി കരോട്ടേക്ക് കയറി പോകണ്ടേ. അല്ലാത്തവരൊക്കെ കസാരയിൽ എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു പ്രകാരത്തിൽ മുകളിൽ കൊണ്ടുപോയി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. ചേട്ടനാണെങ്കിൽ ആ നാളെ കയറി വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് അവിടെ കസാരയിൽ ഇരിക്കുക. ഡയാലിസിസ് കഴിഞ്ഞും ചുമന്നിറക്കണം. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായ്മ പലകുറി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സെൻസർ പോയി കിടക്കുന്നതാണ്. അത് മാറ്റി വയ്ക്കാതെ ഏതായാലും വർക്ക് ചെയ്യത്തില്ല. കാരണം അത് വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് ഒന്ന് റിനോവേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നു. പുതിയ ബിൽഡിങ്ങിലെ ലിഫ്റ്റ് നിർമ്മാണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കാത്ത കാരണം 6 വർഷമായി ഫിറ്റ്നസ് ഇല്ലാതെയാണ് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം. ആശുപത്രിയിലെത്തുന്ന മറ്റു രോഗികൾക്കും ഇതുതന്നെയാണ് അവസ്ഥ. അനാസ്ഥയിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി.
സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നും ഉടൻ പരിഹാരം കാണുമെന്നുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം. 24 തൊടുപുഴ. ഇടുക്കിയിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ, മാനന്തവാടിയിലേക്ക് എത്തുമ്പോഴും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിനുള്ളിൽ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. 2 വാർഡുകളും കാർഡിയോ OPയും ഉള്ള കെട്ടിടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുണമേന്മയില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം എന്നതാണ് നാട്ടുകാർ പറയുന്നത്. പൈപ്പ് പൊട്ടാൻ കാരണം അതാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഏപ്രിൽ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മെഡിക്കൽ ബ്ലോക്ക്. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യം ഇങ്ങനെ. ഏഴാം നിലയിലെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഈ അവസ്ഥ. നേരത്തെ തന്നെ കെട്ടിട നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു. യാതൊരുവിധ ഗുണമേന്മയുമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആരോപണം ഉന്നയിച്ചതാണ്. കുരങ്ങ് പൈപ്പ് പൊട്ടിച്ചു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിചിത്രവാദം. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കുരങ്ങ് പിടിക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പാണെങ്കിൽ ഞങ്ങൾ പറയുന്നു കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നിൻ്റെയും കാര്യത്തിൽ അവിടെ കൃത്യതയാർന്ന ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒത്താശയോടുകൂടി നടന്ന അഴിമതിയാണ് ആ ബിൽഡിങ്ങിന്റെ ആകമാന നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രവർത്തനം തുടങ്ങി 6 മാസത്തിനുള്ളിൽ ടോയ്ലറ്റുകൾ ബ്ലോക്കായതും പ്ലംബിംഗ് ചോർന്നതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. 24 വയനാട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. നിലവിലുള്ള ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, മെഡിക്കൽ ബോർഡ് അല്പസമയം മുമ്പ് യോഗം ചേർന്നിരുന്നു. എന്താണ് അവരുടെ വിലയിരുത്തൽ, ഡോക്ടേഴ്സിന്റെ വിലയിരുത്തൽ? വിജയകുമാർ, കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നില ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം ഈ സ്വകാര്യ ആശുപത്രിയിലെത്തി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ VSന്റെ ചികിത്സാ മേൽനോട്ടത്തിനായി ഇങ്ങോട്ടേക്ക് അയച്ചത്. അവരുടെ വിലയിരുത്തൽ നിലവിലുള്ള ചികിത്സാ രീതി തുടരട്ടെ എന്നാണ്. മെഡിക്കൽ ബോർഡ് യോഗം അല്പം മുമ്പ് സമാപിച്ചിരുന്നു. ഈ നിലവിലുള്ള ചികിത്സാ രീതി തുടർന്ന് നേരത്തെ ഡയാലിസിസ് നിർത്തിവെച്ചിരുന്നു. അതേ തുടർന്നാണ് രക്തസമ്മർദ്ദവും മറ്റും അതിൽ മാറ്റം വന്നത് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ, മെഡിക്കൽ ബോർഡിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇപ്പോൾ ഡയാലിസിസ് തുടരാനുള്ള നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഡയാലിസിസ് തുടരും. ഒപ്പം തന്നെ രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്. രക്തസമ്മർദ്ദം ഡയാലിസിസ് പുനരാരംഭിച്ചാൽ സാധാരണ നിലയിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ VSന്റെ ആരോഗ്യനിലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഗുരുതരാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല. എന്നാൽ നിലവിലുള്ള ചികിത്സാ രീതി തുടരാനാണ് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. തൃശ്ശൂരിൽ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തും പരിശോധന നടത്തും. കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്ന് അമ്മ അനീഷ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ശേഖരിച്ചത്. 2021 നടന്ന ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിലാണ് കുഴിയെടുത്തുള്ള ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന. ശ്രമകരമായ തെളിവ് ശേഖരണത്തിൽ കുഞ്ഞിന്റെ കൈവിരലിന്റെ അസ്ഥികൾ ഉൾപ്പെടെ കണ്ടെത്തി. വെള്ളിക്കുളങ്ങരയിൽ അനീഷയുടെ വീട്ടുവളപ്പിലായിരുന്നു പരിശോധന. ചെറിയ എല്ലും കഷ്ണങ്ങൾ കിട്ടി. കുഞ്ഞിലെ ഇല്ലല്ലാതെ മറ്റെന്തെങ്കിലും കൈവിരലുകൾ, പിന്നെ നമ്മളെ കുഞ്ഞില്ലല്ലേ, കുഞ്ഞു പൈതലല്ലേ, അത്ര ഉണ്ടാവുള്ളൂ. ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ്. അതിന്റെ ബാക്കിയുള്ള പാർട്സുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. അതിന് ഇൻക്വസ്റ്റ് കാര്യങ്ങൾ നടന്ന് ഇപ്പോൾ പോവാണ്. ഇനി അടുത്ത സൈറ്റിൽ പോവാണ്. അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്യുന്നു. ആമ്പല്ലൂരിലെ ഭവിന്റെ വീട്ടിലും ഇതേ സംഘം പരിശോധന നടത്തി. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം.
യൂട്യൂബിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് പ്രസവം നടത്തിയതെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറിൽ തുണികെട്ടിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ വിവരം. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ച് വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അരുംകൊല നടന്ന് വർഷങ്ങൾ പിന്നിട്ടു. തെളിവുകളായി അവശേഷിച്ചത് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം. സാഹചര്യ തെളിവുകൾ കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും ഡിജിറ്റൽ തെളിവുകളാകും കേസിൽ നിർണായകമാവുക. വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം നിതിൻ അംബുജൻ, 24. ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ അനീഷയുടെ ആൺ സുഹൃത്ത്, അയാളും ഈ കേസിൽ പ്രതിയാണ്, ഭവിൻ. അയാളുടെ വീട്ടിൽ ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് അമ്പല്ലൂരിൽ നിന്ന്. ശ്രീജിത്ത്, അവിശ്വസനീയമായ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും വരുന്നത്. ഈ പരിശോധന തുടരുകയാണ്. എന്താണ് പോലീസ്, ഈ ഫോറൻസിക് സംഘം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന തെളിവുകൾ? എപ്പോൾ ഈ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിലെ അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കും? വിജയകുമാർ, നേരത്തെ നിതിൻ അംബുജൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ആ വീട്ടിൽ, വെള്ളിക്കുളങ്ങരയിലെ വീട്ടുവളപ്പിലുള്ളതിന് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഈ മേഖലയിലുള്ളത്. ഇവിടെ ഒരു തോടാണ്, ആ തോടിന് ചേർന്ന പ്രദേശത്താണ് കുഴിച്ചിട്ടതെന്നാണ് ഭവിൻ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തോട് പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭവിൻ മാർക്ക് ചെയ്ത് നൽകിയ ആ തോടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പകർത്തി നൽകുന്നത്. ഈ തോട്ടിലാണ് ഇത്തരത്തിൽ തോടിനോട് ചേർന്ന പ്രദേശം, അത് മാർക്ക് ചെയ്തു. അല്പസമയം മുൻപ് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിരുന്നു. എന്തായാലും ഈ തോടിനോട് ചേർന്ന ആ പ്രദേശത്ത് കുഴിച്ചിട്ടു എന്ന മൊഴിയാണ് ഭവിൻ നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ മേഖലയിൽ നിന്നുള്ള അസ്ഥിയൊക്കെ പെറുക്കിയാണ് ഭവിൻ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തുടർന്ന് ഈ കേസ് ഒരു കേസായി തന്നെ മാറുകയും ചെയ്തത്. എന്തായാലും രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഈ മേഖലയിൽ മണ്ണിട്ട് നികത്തി പോലീസ് തോടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി വെള്ളമടിച്ച് മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ച് അങ്ങനെയൊക്കെ ഒരു ശ്രമകരമായ പരിശോധനയാണ് ഈ മേഖലയിൽ ഒരു 9:30 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് സംഘത്തിന് ചില ചെറിയ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്, ചില അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. എന്തായാലും പരിശോധനകൾ ഇപ്പോഴും ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ നേരമായി തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘാംഗങ്ങളും എല്ലാവരും തന്നെ ഇവിടെ ഈ മേഖലയിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഭവിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ആളുകളും ഒക്കെ ഉള്ളതിനാൽ സ്വാഭാവികമായി അത് വേണ്ട എന്ന് പറഞ്ഞ് പോലീസ് ഈ മേഖലയിൽ നിന്ന് ഭവിനെ കൊണ്ട് തിരിച്ച് പോയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന എന്തായാലും ഈ മേഖലയിൽ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ വിശദീകരണം ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ അത്തരത്തിൽ ഒരു പൂർണ്ണമായി പോലീസ് പുറത്ത് അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഭവിനെ ഒരു തവണ കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു വലിയ സാന്നിധ്യമൊന്നും വേണ്ട എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേസിൽ എന്തായാലും നിർണായകമായ വിവരങ്ങൾ, അത് ശാസ്ത്രീയമായ മൊഴികൾ മാത്രമേ ഉള്ളൂ. അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കൃത്യമായി കോടതിയിൽ എത്തി അത് വിജയിപ്പിക്കണമെങ്കിൽ പോലീസിന് അത് ആവശ്യമാണ്. അതിനുവേണ്ട നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ന് തന്നെ ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ നേരിട്ട് ഹാജരാക്കുകയായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം എത്ര ദിവസത്തെ കസ്റ്റഡി വേണമെന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിലൊരു തീരുമാനമാകുമെന്നാണ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. വിജയകുമാർ. ശ്രീജിത്ത്, ഈ പ്രതികൾക്ക് മറ്റാരുടെയും സഹായമൊന്നും ലഭിച്ചിട്ടില്ല. ഇവരിപ്പോൾ ഇതിൽ ഏറ്റവും അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നുന്നത് ഇവർ ആശുപത്രി ഡോക്ടേഴ്സിൻ്റെ സേവനമൊന്നും ഈ പ്രസവ സമയത്ത് തേടിയിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മറ്റാരുടെയും സഹായമൊന്നും ഈ കൃത്യത്തിന് പ്രതികൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ, അതോ ആ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ടോ? ഇതുവരെ അതിനു വേണ്ട തെളിവുകളൊന്നും തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിട്ടില്ല. അതിൽ പ്രധാനമായും അനീഷയുടെ അമ്മയും അതുപോലെ തന്നെ ഭവിൻ്റെ അമ്മയും 2 പേരുമാണ് ഈ വീട്ടിലുള്ളത്. ഈ വീട്ടിൽ കൂടാതെ ഭവിൻ്റെ സഹോദരിയും കൂടി ഉണ്ട്. ഇവർക്കാർക്കും ഇക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ ഈ വീടിന് തൊട്ടപ്പുറത്ത് ചേർന്ന പ്രദേശം, അത് ആ മേഖലയിലൂടെയാണ് പോലീസ് സംഘത്തിൻ്റെ വാഹനം ഇപ്പോൾ വരുന്നത്. എന്നാലും ഈ ഭവിൻ, ഈ അനീഷ ഈ മൃതദേഹം, 2ാമത്തെ മൃതദേഹം, നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇങ്ങോട്ട് വന്നപ്പോൾ
ഇപ്പോൾ വന്നത്. തൊട്ടപ്പുറത്തെ ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്തുള്ള ഒരു വഴിയിൽ വെച്ച് അത് വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പ്രതി ഭവിൻ ഇതിൽ ഉണ്ട്, ഈ വാഹനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭവിനെയും കൊണ്ട് അന്വേഷണ സംഘം ചില തെളിവെടുപ്പുകൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനവട്ട തെളിവെടുപ്പാണ് നടക്കുന്നത്. പ്രതി ചില ഭാഗങ്ങൾ കൂടി കാണിച്ചു കൊടുക്കണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലേക്ക് മാധ്യമപ്രവർത്തകർ വേണ്ടതില്ല എന്നാണ് പോലീസ് പറയുന്നത്. അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാണത്. ഇന്നലെ പൂർണ്ണമായി ഈ മേഖലയിൽ കൊണ്ടുവന്ന് ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. വീടിൻ്റെ പല മേഖലകളിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ കുഴിയെടുത്തു അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയതെന്നതിനെക്കുറിച്ചൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. ഇന്നും ചില സംശയങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തോടാണ്, വീടിന് പുറകിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായി വെള്ളമുണ്ട്. എത്ര കുഴിച്ചാലും അതിനിടയിൽ വെള്ളത്തിൻ്റെ ഒരു അംശം നിലനിൽക്കും. അതുകൊണ്ട് എത്ര മോട്ടോർ ഉപയോഗിച്ച് പറ്റിച്ചിട്ടും അത് വെള്ളമുണ്ട്. അതിൽ നിന്നാണ് തെളിവുകൾ കണ്ടെത്തേണ്ടത്. അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം ഇനി ഇവിടേക്ക് ഇറക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ പോലീസുകാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പ്രതിയിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രീയമായ തെളിവുകൾ കൃത്യമായ രീതിയിൽ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി ആ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നത് വരെയുള്ള പരിശോധനകൾ അത് ഇന്നിപ്പോൾ കോടതിയിൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് കാണിച്ച സമയം അനുസരിച്ച് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പ്രതിയെ ഇറക്കണം. പ്രതി ഭവിനെ ഇവിടെ നിന്ന് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശേഷം ഇയാളെ കൊണ്ട് തൊട്ടപ്പുറത്തെ മേഖലയിൽ പോയി കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരുക്കത്തിലാണ്. എന്തായാലും ഒരു കൺഫെഷൻ അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം നടത്തിയ ആൾ തന്നെയാണ് ഭവിൻ. എന്തിനാണ് ഇത്തരത്തിൽ ഈ അസ്ഥികൂടങ്ങൾ പൂർണ്ണമായി ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന ചോദ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് അനീഷ കുറച്ചു കാലമായി തന്നെ ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുന്നില്ല. അതിൻ്റെ വൈരാഗ്യം മൂലമാണ്. കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോഴും പിന്നീട് ഈ ബന്ധം തുടരാനുള്ളൊരു താല്പര്യം അനീഷയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനീഷയുമായി ഒത്തുചേർന്ന് പോകണം. ആ ഒരു വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രതി ഭവിൻ ആസ്തികൂടങ്ങളുമായി അങ്ങോട്ട് പോയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഭവിൻ അവിടെ ചില കാര്യങ്ങളെല്ലാം പോലീസിനോട് സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന് ചില സംശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ ചില എല്ലിൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് അനീഷയുടെ ആൺസുഹൃത്തും പ്രതിയുമായ ഭവിനെ വീട്ടുവളപ്പിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുകയാണ്. അവിടെ കൂടുതൽ വിവരങ്ങൾ അയാളിൽ നിന്ന് തന്നെ നേരിട്ട് പോലീസ് തേടുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധം ഒഴിവാക്കുന്നതിനൊക്കെ ആവാം വലിയ സുരക്ഷ പോലീസ് ആ ഭാഗത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ആമ്പല്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ ഒരു മരുന്ന് നിർമ്മാണശാലയിൽ ഒരു വലിയ സ്ഫോടനമുണ്ടായി, ഒരു പൊട്ടിത്തെറിയുണ്ടായി. 6 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 10-ലധികം മരണമെന്നാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ? വിജയകുമാർ, അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ കണക്ക് എന്നുള്ള രീതിയിലാണ് ഈ 6 പേരുടേത്. ചില പ്രാദേശിക മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 മരണം എന്നുള്ളത് പറയുന്നത്. പക്ഷേ അത് 10 അതിലധികമോ 12 വരെയുള്ള മരണം വരെ ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് പോലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. ഇത് തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ അവിടെ സിഗാച്ചി കെമിക്കൽസ് എന്ന മരുന്ന് നിർമ്മാണശാലയിലാണ് ഇന്ന് രാവിലെ 9 മണിയോടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ മനുഷ്യർ ആകാശത്ത് പറന്നുയർന്ന് കുറേ മീറ്ററുകൾ അപ്പുറത്തേക്ക് തെറിച്ചു വീഴുന്ന തരത്തിലേക്ക് അത്ര വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ്, പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ ഈ നിർമ്മാണശാലയിലെ ഒരു ബിൽഡിംഗ് പൂർണ്ണമായും അഗ്നിക്കിരയായി. അഗ്നി വിഴുങ്ങുന്ന തരത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. അത് ഈ കൂടുതലായിട്ടും ഈ അയൽ സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒറീസയിൽ നിന്നും ഒക്കെ ഉള്ള തൊഴിലാളികളാണ് അധികമായിട്ട് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവിടെ ഒരു 35-ലധികം
തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അവരിൽ തന്നെ 6 പേർ മരണപ്പെട്ടു എന്നുള്ള ഒരു കണക്ക് പുറത്തു വരുന്നു. അത് 12ഓളം ആകാം, അതായത് ഇരട്ടിയോളം ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ നിർമ്മാണശാലയിലെ ഒരു യൂണിറ്റിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടാകുന്നത്. ശേഷം തീ മറ്റുള്ളിടത്തേക്കൊക്കെ പടർന്നു. 12 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് പല സമീപത്തെ ബിൽഡിങ്ങുകളിലേക്ക്, അതായത് ഈ യൂണിറ്റിൻ്റെ തന്നെ ഈ മരുന്ന് നിർമ്മാണശാലയുടെ തന്നെ മറ്റ് ചില ബിൽഡിങ്ങുകളിലേക്കൊക്കെയും ഈ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് എന്തായാലും കളക്ടറും SP-യും അടക്കമുള്ളവർ നിലവിലുണ്ട്. കളക്ടർ P. പ്രവീണ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ മരണസംഖ്യ നിലവിൽ ഇപ്പോൾ കണക്കാക്കാൻ കഴിയില്ല. പലരെയും ഇപ്പോഴും അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാനുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്, പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും തീയുണ്ട്. SP പരിതോഷ് പങ്കജിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല ജനപ്രതിനിധിയെ, ഒരു MLA സ്ഥലത്തേക്ക് അയക്കാനായിട്ടും തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആശങ്ക ഉയർത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. മരണസംഖ്യ ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിലയല്ല. വിജയകുമാർ. ശരി റഹീസ്, അതാണ് റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമാണ്, ആശങ്കയുയർത്തുന്ന വിവരങ്ങളാണ് അവിടുന്ന് വരുന്നത്. 10-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടമുണ്ടായത് തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലാണ്. അതൊരു വലിയ പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടർന്നതിന് കോഴിക്കോട് 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനത്തിൽ ഒരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. അതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി മുഖ്യമന്ത്രി എത്തിയപ്പോഴാണ് സംഭവം. വെങ്ങാലിപ്പാലം സൗത്ത് പോയിന്റ് മുതലാണ് വാഹനവ്യൂഹത്തെ ഇവർ പിന്തുടർന്നത്. വാഹനം വെസ്റ്റ് ഹിൽ ചുങ്കത്ത് വെച്ച് നടക്കാവ് പോലീസ് തടഞ്ഞു. വാഹനത്തിൽ നിന്ന് വാക്കി ടോക്കി പിടിച്ചെടുത്തു. തിരൂർ സ്വദേശി നസീബ് CP, വാഴക്കാട് സ്വദേശി ജ്യോതിബാസ്, പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, പാലക്കാട് സ്വദേശി അബ്ദുൽ വാഹിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കോഴിക്കോട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ രജിസ്ട്രാറെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ പെരുമാറ്റം അനുചിതമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നതിനിടെ സർവകലാശാല വൈസ് ചാൻസലറും വിവാദത്തിൽ കക്ഷിയാവുകയാണ്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കൂട്ടുനിന്നുവെന്ന സൂചനയോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്പേലിന്റെ റിപ്പോർട്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി. അനിൽകുമാർ ഉത്തരവാദിത്തബോധം കാട്ടിയില്ല. മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത്. എന്നാൽ എന്താണ് മതചിഹ്നമെന്നോ ഏത് മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേദിയിൽ നേരിട്ടെത്തിയിട്ടും സ്വയം ബോധ്യപ്പെടുത്താൻ പോലും രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല. ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിലുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഗവർണറോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നുമാണ് VC-യുടെ വിലയിരുത്തൽ. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രജിസ്ട്രാർ പ്രവർത്തിച്ചുവെന്ന സംഘാടകരുടെ ആരോപണവും വൈസ് ചാൻസലർ ഏറ്റുപിടിക്കുന്നുണ്ട്. രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വൈസ് ചാൻസലറിന്റേത് എന്ന് വ്യക്തം. റിപ്പോർട്ടിൽ വൈകാതെ രാജ്ഭവന്റെ നടപടി നിർദ്ദേശമുണ്ടാകും. 24 തിരുവനന്തപുരം. നിലമ്പൂരിലെ തൊണ്ടിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. സ്കൂൾ കുട്ടികളുടെ നേരെ തെരുവുനായ പാഞ്ഞെടുത്തു. കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. ഇപ്പോൾ തിരൂരിൽ നിന്ന്. സമീർ, ഈ മേഖലയിൽ തെരുവുനായ ശല്യം ഇത്രയും രൂക്ഷമാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഒരു ഇടപെടൽ ആരും നടത്താത്തത്? ഇപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് പോവുക, ആ വഴി യാത്ര ചെയ്യുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ.
കുമാർ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം ഈ ഭാഗത്തുണ്ട് എന്നുള്ള പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെയാണ് നിലമ്പൂർ തൊണ്ടിയിൽ തെരുവുനായക്കൂട്ടം സ്കൂൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് പിന്നാലെ തെരുവുനായക്കൂട്ടം ഓടി കടിക്കാനായി വരികയായിരുന്നു. ഈ സമയത്ത് സമീപത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഓടി വന്ന് തെരുവുനായകളെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുന്നതാണ് തെരുവുനായകളെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അവിടെ രക്ഷപ്പെടുത്താൻ ആളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തൊണ്ടിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ മലപ്പുറം തിരൂരിലുമൊക്കെ തന്നെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കുമാർ, പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിൽ നിന്ന് മഹാരാഷ്ട്ര പിന്മാറിയപ്പോൾ അനുകൂല നിലപാടെടുക്കുകയാണ് കേരളം. 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് കേരളത്തിൽ നീക്കം നടക്കുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ തീരുമാനമുണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 3ാം ഭാഷാ നയത്തിന് BJPക്ക് വൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് തന്നെ തിരിച്ചടി. മഹാരാഷ്ട്രയിലെ സ്കൂളുകളിൽ 5-ാം തരം വരെ ഹിന്ദി ഭാഷ നിർബന്ധമാക്കിയ ഉത്തരവുകളാണ് റദ്ദാക്കിയത്. ഏപ്രിലാണ് ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കിയ ആദ്യ ഉത്തരവ് വന്നത്. പ്രതിഷേധം ശക്തമായതോടെ 3ാം ഭാഷയെ ഹിന്ദി അടക്കം ഏത് ഭാഷയും പരിഗണിക്കാമെന്ന് ഈ മാസം ഉത്തരവ് പുതുക്കി. മുംബൈ കോർപ്പറേഷനിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തിരിച്ചടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഉത്തരവുകൾ എല്ലാം റദ്ദാക്കുന്നത്. ഭാഷാ വിവാദത്തിൽ ഒരുമിച്ച് പ്രതിഷേധിക്കാൻ MNS തലവൻ രാജ് താക്കറെയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും തയ്യാറെടുത്തതോടെയാണ് പെട്ടെന്നുള്ള തീരുമാനം. തെരഞ്ഞെടുപ്പുകളിൽ താക്കറെമാർ ഒന്നിച്ചാൽ തിരിച്ചടിയുണ്ടാവാൻ സാധ്യതയെന്നാണ് BJP കണക്കുകൂട്ടൽ. അതേസമയം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന കേരളം പക്ഷേ ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുകയാണ്. 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് ആലോചന. പുതിയ മാർഗരേഖയിലാണ് ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഹിന്ദിയിൽ ആശയവിനിമയത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 5-ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠനം. ഹിന്ദി വായിക്കാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ഹിന്ദി സിനിമകൾ കാണാനും അവസരം ഒരുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മുംബൈ. ആഴക്കടലിൽ ഒരു ചരക്ക് കപ്പലിൽ വീണ്ടും തീപിടുത്തമുണ്ടായി എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിവരം. ഗൾഫ് ഓഫ് ഒമാനിൽ എണ്ണ ടാങ്കറിന്റെ എഞ്ചിൻ റൂമിൽ അടക്കമാണ് തീ പടർന്നത്. കപ്പൽ ജീവനക്കാരിൽ 14 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇവരെ നാവികസേന സുരക്ഷിതരായി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ കണ്ട്ലയിൽ നിന്ന് ഒമാനിലെ ഷിനാസ് തീരത്തേക്ക് പുറപ്പെട്ട കപ്പലാണിത്. നാവികസേനയുടെ സംഘം എണ്ണ ടാങ്കറിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും മഴക്കെടുതിയും അതിരൂക്ഷമാണ്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 39 പേരാണ് മരിച്ചത്. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ജൂലൈ 5 വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിരൂക്ഷമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമാണ് മഴ ഏറ്റവും നാശം വിതച്ചത്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 39ആയി. 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഷിംലയിൽ കനത്ത മഴയിൽ 5 നില കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ തന്നെ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് സംസ്ഥാനത്തെ 129 റോഡുകളിൽ ഗതാഗതം നിർത്തി. കനത്ത മഴയെ തുടർന്ന് 10 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ഉത്തരാഖണ്ഡിൽ 7 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഒരു തൊഴിലാളിയുടെ കൂടി മൃതദേഹം കണ്ടെത്തി. 6 പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ചാർധാം തീർത്ഥയാത്ര പുനരാരംഭിച്ചു. ഝാർഖണ്ഡിൽ പ്രളയത്തെ തുടർന്ന് സ്കൂളിൽ കുടുങ്ങിയ 162 കുട്ടികളെ ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. 1-ാം നിലയുടെ മുകളിൽ അഭയം തേടിയ വിദ്യാർത്ഥികളെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, പഞ്ചാബ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതുകൊണ്ട് ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത ഒരാഴ്ച കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത് കൊല്ലത്ത് നിന്നാണ്. അവിടെ കടക്കലിൽ 300 കിലോ പഴകിയ കോഴിയിറച്ചിയാണ് പിടികൂടിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഇത്രയും കോഴിയിറച്ചി. അതിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം. കീറിപ്പറഞ്ഞൊരു ഓട്ടോറിക്ഷയിൽ
ഈ സാധനം കൊണ്ടുപോകണ വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത്. കൈയാണിച്ച് വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അങ്ങനെ പോലീസ് സംശയത്തിനത് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിലും കുമ്മളിൽ 1-2 കടകളിലും കടയ്ക്കലും ചടയമംഗലം ഓയൂര് അങ്ങനെ കുറേ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സുജിത്ത്, ഇത് ഈ ഓട്ടോറിക്ഷയിൽ എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു? ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമായിരുന്നു? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? കൊല്ലം ജില്ലയുടെ വിവിധ ഇടങ്ങളിലെ ഹോട്ടലുകളിലും അൽഫാം, ഷവായി, അതുപോലെ ഷവർമയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിച്ച പഴകിയ ഇറച്ചിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കടക്കൽ കുമ്മളിൽ ഒരു ഓട്ടോറിക്ഷ എത്തിയത്. ഒരു പഴയ ഓട്ടോറിക്ഷയാണ്. അതിൽ നിന്നും അതീവ രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് ഈ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് ഈ വിവരം കടക്കൽ പഞ്ചായത്ത് അധികൃതരെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും വിളിച്ചറിയിച്ചത്. ആരോഗ്യവകുപ്പ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് പഴകിയ കോഴിയിറച്ചിയാണ് എന്ന് മനസ്സിലായത്. ഒരു 300 കിലോയോളം തൂക്കം വരുന്ന കോഴിയിറച്ചിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രസ് ചെയ്ത കോഴിയായിരുന്നു. പക്ഷേ ഇത് ഉപയോഗയോഗ്യമായവയല്ല എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് ഇത് കുമ്മളിൽ തന്നെയുള്ള ഒരു പാറക്വാറിയിൽ എത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പഞ്ചായത്ത് വിവിധ വകുപ്പുകളൊക്കെ തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് നിന്നും നേമത്ത് നിന്നും എത്തിച്ചതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സുരേഷ് കുമാർ പോലീസിനോടും പറഞ്ഞിട്ടുള്ളത്. വിജയകുമാർ. യെസ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കില്ല ഇത്തരം ഉപയോഗയോഗ്യമല്ലാത്ത ഉപയോഗശൂന്യമായ കോഴിയിറച്ചി അവിടെ കൊണ്ടുവന്നത്. ഇതിനു നേരത്തെയും കൊണ്ടുവന്നിട്ടുണ്ടാകും. പല ഘട്ടങ്ങളിൽ പല ഹോട്ടലുകളിൽ ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ടാകും. സുനാമി ഇറച്ചി എന്നൊക്കെ പേരിൽ നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് കൊച്ചിയിലടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. അപ്പോഴത് ആവർത്തിക്കുകയാണ്. അത് എന്ത് നടപടിയിലേക്കൊക്കെ പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി സിനിമാ സംഘടനകൾ, ചലച്ചിത്ര സംഘടനകൾ ഇന്ന് രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സെൻസർ ബോർഡ് ഓഫീസിലായിരുന്നു പ്രതിഷേധം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി. സിനിമകളിൽ കത്രിക വയ്ക്കുന്ന സെൻസർ ബോർഡ് നടപടിക്കെതിരെ പ്രതീകാത്മകമായിരുന്നു സമരം. നോ കട്ട് പറഞ്ഞ് കത്രിക ചവറ്റുകുട്ടയിലേക്കിട്ട് പ്രതിഷേധം. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ എല്ലാ സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പേരിന്റെ പേരിൽ റിലീസ് തടയുന്നത് യുക്തിരഹിതമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ഒരു കഥാപാത്രത്തിന് ഒരു പേരിട്ടു എന്നുള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് CBFCയുടെ സർട്ടിഫിക്കേഷൻ തടഞ്ഞു വയ്ക്കുക, അത് വളരെ യുക്തിരഹിതമായ ഒരു സംഗതിയാണ്. വിഷയത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ അമ്മ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹിയായ ജയൻ ചേർത്തലയുടെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹത്തിന് അതിൽ തെറ്റ് തോന്നാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം പരാതി പറയാത്തത്. പിന്നെ ഇങ്ങനൊരു കൊറി ഇടുമ്പോൾ നാച്ചുറലി പാർട്ട് ഓഫ് ദ മിഷനറി, ഗവൺമെന്റ് മിഷനറി ആകുമ്പോൾ അദ്ദേഹം വായടച്ച് നിൽക്കാനേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പറ്റുള്ളൂ. അതിനെ ഞാൻ ഒരു വിധത്തിലും കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല. സെൻസർ ബോർഡ് തന്നെ ആവശ്യമില്ലെന്ന് സംവിധായകൻ ഷാജി കൈലാസ്. പുതിയ പ്രവർത്തനം പറഞ്ഞാൽ സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ, അതാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാനകി, സീത തുടങ്ങിയ പേരുകൾ വരുന്ന ചിത്രങ്ങളുടെ പോസ്റ്ററുകളും പ്രദർശിപ്പിച്ചായിരുന്നു സമരം. 24 തിരുവനന്തപുരം. കോൺഗ്രസിലെ മേജർ ക്യാപ്റ്റൻ വിളികളിൽ യൂത്ത് കോൺഗ്രസിന് കടുത്ത അതൃപ്തി. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നേതാക്കൾ സ്വയം അപഹാസ്യരാകരുത് എന്ന് സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. യുവതലമുറയെ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയമാണ് എന്നും ചില പ്രതിനിധികൾ തുറന്നടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വി ഡി സതീശനെ ക്യാപ്റ്റനെന്നും രമേശ് ചെന്നിത്തലയെ മേജറെന്നും വിശേഷിപ്പിച്ചുള്ള ക്രെഡിറ്റ് ചർച്ചകൾ വിവാദമായിരുന്നു. ഇതിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പ്. ഇത്തരം വിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾ സ്വയം അപഹാസ്യരാകരുതെന്ന സംഘടനാ പ്രമേയ ചർച്ചയിൽ
പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ വിമർശനത്തിൽ കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. യുവതലമുറയെ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചെന്നും സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. സമൂഹത്തിൽ വളർന്നുവരുന്ന രാഷ്ട്രീയത ചെറുക്കാൻ യൂത്ത് കോൺഗ്രസിന് ഒന്നും ചെയ്യാനാവുന്നില്ല. ഇക്കാര്യത്തിൽ പാട്ടിലൂടെ പോലും രാഷ്ട്രീയം പറയുന്ന റാപ്പർ വേടനെ മാതൃകയാക്കണമെന്ന സംഘടനാ പ്രമേയത്തിൽ പരാമർശമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരണമെന്നും സമരമാർഗങ്ങൾ ഉൾപ്പെടെ പുതുമ വേണമെന്നും പ്രമേയം ശുപാർശ ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി 35 നിന്ന് 40 ആക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും 13 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ആവശ്യത്തെ എതിർത്തു. സംസ്ഥാന പഠന ക്യാമ്പ് ഇന്ന് സമാപിക്കും. 24 ആലപ്പുഴ. സംസ്ഥാന BJPയിലെ ഭിന്നതകളിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിഭാഗീയത അനുവദിക്കില്ല എന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് സംസ്ഥാനത്തെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മുതിർന്ന നേതാക്കൾ നേരത്തെ മുൻ അധ്യക്ഷന്മാരായിരുന്ന അല്ലെങ്കിൽ V മുരളീധരൻ, K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് കോർ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, അവിടെയും K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് BL സന്തോഷിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ നേതാക്കൾക്കുള്ളത്? വിജയകുമാർ, നേരത്തെ നടന്ന തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ, അത് മുൻ അധ്യക്ഷന്മാരായ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതിനെതിരെ വലിയ വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് വലിയ വിവാദമായി മാറി. വലിയ വാർത്തയായതിനു പിന്നാലെയാണ് ഇന്ന് സംസ്ഥാന കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേർന്നത്. സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച് ആലോചനാ യോഗവും അതുപോലെ മറ്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ഒക്കെയാണ് ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ടകളായി വന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൃശ്ശൂരിൽ നടന്ന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കളെ ഒഴിവാക്കിയതിനെതിരെ രൂക്ഷ വിമർശനം നടന്നു എന്നുള്ളതാണ്. പുതിയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായാണ് V മുരളീധര പക്ഷം വിമർശനം ഉന്നയിച്ചത്. ഈ തൃശ്ശൂരിൽ നടന്ന നേതൃയോഗത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ K സുരേന്ദ്രനെയും V മുരളീധരനെയും ഒഴിവാക്കിയതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ജനറൽ സെക്രട്ടറിമാർ വീണ്ടും ആവർത്തിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുന്നു. അതുമാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സംസ്ഥാനത്തെ സംഘടനയെ ബൂത്ത് തലം വരെ ശക്തിപ്പെടുത്തിയ മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനെ അക്കാരണത്താൽ ഒഴിവാക്കിയതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അവർ ചോദിക്കുന്നു. 2 മാസം മുമ്പ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന സംസ്ഥാനത്തെ പാർട്ടിയെ നയിച്ച K സുരേന്ദ്രനെ ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് അവർ ചോദിക്കുന്നു. പുതിയ നേതൃത്വത്തിന് രാഷ്ട്രീയമില്ല, വികസനം മാത്രം കേരളത്തിൽ പറഞ്ഞാൽ കാര്യമില്ല തുടങ്ങി രൂക്ഷമായ വിമർശനം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ വിഷയം 2 വിഭാഗവും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, പരാതിയായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഒരു നിർദ്ദേശമായി വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് BJPയിൽ വിഭാഗീയത അനുവദിക്കില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. BL സന്തോഷ് അതുമായി ബന്ധപ്പെട്ട സന്ദേശം പാർട്ടിക്ക് നൽകുകയും ചെയ്തു. നേതാക്കൾ ഒന്നിച്ചു നിൽക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണ്, നേതാക്കൾ ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശം BL സന്തോഷ് പറഞ്ഞു. ഒരു തരത്തിലെ വിഭാഗീയതയും സംസ്ഥാന BJPയിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ഈ ഐക്യ സന്ദേശം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനം നടത്താനും സാധ്യതയുണ്ട്. ഒന്നിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്താനും സാധ്യതയുണ്ട്. 2 മണിക്ക് ഈ കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടി BJPയുടെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അത് നേതാക്കൾ ഒന്നിച്ചെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ BJPയിൽ വീണ്ടും ഭിന്നത, വിഭാഗീയത തലപൊക്കി. അതിൽ ദേശീയ നേതൃത്വത്തിന്റെ കർശനമായ ഇടപെടലും ഉണ്ടാകുന്നു. വിജയകുമാർ. 5ാം ഘട്ട സമരം പ്രഖ്യാപിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്തുടനീളം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതേസമയം ആശാ വർക്കേഴ്സ് സമരം പഠിക്കാനായി നിയോഗിച്ച സമിതിയുടെ ഹിയറിംഗ് സെക്രട്ടേറിയറ്റിൽ ഇന്ന് നടന്നു. ആ റിപ്പോർട്ടിലേക്ക്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം ഇന്ന് 141ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോഴാണ് അടുത്ത ഘട്ട പ്രഖ്യാപനം. 5ാം ഘട്ട സമരപരിപാടിയായി സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. വരുന്ന 2 മാസം കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും. 5ാം ഘട്ടം ഇപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾ വരുന്ന 2 മാസം കൊണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസം കേരളത്തിലെ 1000 വാർഡുകളിൽ ഇപ്പം നമ്മൾ ഈ സമരയാത്ര പോന്നപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്വാഗത സംഘങ്ങളുണ്ട്. അത് സമര സഹായ സമിതികളായിട്ട് മാറിക്കൊണ്ട് 1000 വാർഡുകളിൽ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തുകയാണ്. അതേസമയം വിഷയം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 5-അംഗ സമിതിയുടെ ഹിയറിംഗ് സെക്രട്ടേറിയറ്റിൽ നടന്നു. ഹിയറിംഗിന് ശേഷം ഹരിത V കുമാർ അധ്യക്ഷനായ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം.
ഇന്ന് നടന്ന ഹിയറിംഗിൽ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ 27 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. തൃശൂരിൽ റോഡിലെ കുഴി ഒഴിവാക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ വാഹനത്തിനടിയിൽപ്പെട്ട് മരിച്ച ഒരു യുവാവ്, അത് ഈ ദിവസങ്ങളിലൊക്കെ തൃശൂർ കോർപ്പറേഷനിൽ വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. ഇന്നും സമാന സംഭവം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും ബഹളവും ഉണ്ടായി. കൗൺസിൽ ഹാളിനുള്ളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിക്കുകയായിരുന്നു. അവരെ, ആ കൗൺസിലർമാരെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച വിഷ്ണുദത്തിന്റെ കുടുംബത്തിന് സഹായധനം നൽകുന്നത് പരിഗണനയിലുണ്ട് എന്ന് മേയർ 24നോട് പറഞ്ഞു. തൃശൂർ MG റോഡിലെ കുഴിയിൽ വീണ് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് മരിച്ചത് ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. കൗൺസിൽ യോഗം ആരംഭിച്ചുടൻ പ്രതിപക്ഷം വിഷയമുന്നയിച്ചു. എന്നാൽ അജണ്ടയിൽ ഇല്ലാത്തത് ചർച്ച ചെയ്യില്ല എന്ന് മേയർ. ഇത് അജണ്ട ചർച്ച ചെയ്യാനുള്ളതാണ്. ഇവിടെ ചർച്ച എന്ന് പറയുന്നത് അജണ്ടയ്ക്ക് എതിരാണ്. അജണ്ടയ്ക്ക് ചർച്ച ചെയ്യാനുള്ള സ്ഥലമാണ്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വരാനുള്ള സ്ഥലം ഇതല്ല. മേയറുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. ഇതോടെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം, ബഹളം, സംഘർഷം. പ്രതിഷേധത്തിനിടെ കൗൺസിൽ ഹാളിലെ ടേബിളിൽ കയറിയ പ്രതിപക്ഷ കൗൺസിലറെ സസ്പെൻഡ് ചെയ്യുന്നുവെന്ന് മേയർ. ഇതോടെ പ്രതിപക്ഷ പ്രതിഷേധം ടേബിളിന് മുകളിലായി. ഇരു കൂട്ടരും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാതെ വന്നതോടെ കൗൺസിൽ യോഗം നിർത്തി മേയർ മടങ്ങി. മരിച്ച വിഷ്ണുദത്തിന്റെ കുടുംബത്തിന് സഹായധനം നൽകാൻ ശ്രമിക്കുമെന്ന് മേയർ MK വർഗീസ് 24നോട് പറഞ്ഞു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കൗൺസിൽ യോഗം. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.